നമ്മുടെ സീക്രട്ട് അപ്പാപ്പൻ സായി എന്തൊരു മണ്ടൻ ഗെയിമാണ് ഇന്ന് കളിച്ചത്. ഇത്രയും വലിയ മണ്ടൻ ഗെയിമൊന്നും ഞാൻ ഒരു വൈൽഡ് കാർഡിൽ നിന്ന് ഇതുവരെ കണ്ടിട്ടില്ല. ചുമ്മാ അല്ല ഇയാളെ സ്വന്തം ഭാര്യ വരെ എയറിൽ കയറ്റുന്നത്, സ്വന്തം വണ്ടിക്കകത്തിരുന്ന. ഇമാതിരി മണ്ടത്തരമല്ലേ ഈ കാണിക്കുന്നത്. ഓഹ്, നമുക്ക് കാര്യത്തിലേക്ക് വരാം. സായി ഒറ്റ ഒരാൾ കാരണമാണ് ഡെൻ ടീമിലുള്ളവരെ പവർ ടീമിനെ അനുകൂലിച്ചത് ഇന്നത്തെ ഒരു വടംവലി ടാസ്കില്. അതും സായി എന്താണ് ഓർത്തോണ്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ജിൻഡോയുടെയും പുള്ളിയുടെയും ഒക്കെ ആ ഒരു കൈക്കരുത്ത് കൊണ്ട് പവർ ടീമിനെ ജയിപ്പിച്ചാൽ സായിക്ക് പവർ ടീമിലേക്ക് കയറാം. ഇപ്പൊ റെസ്മിനും ഔട്ടാണ്, അതുകൊണ്ട് നാലാമത്തെ ഒരു പൊസിഷൻ ഒഴിഞ്ഞു കിടപ്പുണ്ട്, അതിലേക്ക് സായിക്ക് കയറാം എന്നൊരു തോട്ടായിരുന്നു. വ്യക്തി താല്പര്യത്തിന്റെ പുറത്താണ് സായി എല്ലാരെയും പവർ ടീമിനൊപ്പം നിൽക്കാൻ പ്രേരിപ്പിച്ചത്. ഒറ്റയ്ക്ക് ഇത് പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് പവർ ടീമിൽ കയറണം എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. പക്ഷെ സായിക്ക് എവിടെയാണ് പാളിപ്പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട് മെമ്പേഴ്സിന് ഏത് ടീമിനെ വേണമെങ്കിലും അനുകൂലിക്കാം എന്നൊരു പോയിന്റ് ബിഗ് ബോസ് പറഞ്ഞു. അവിടെ സായിയുടെ വെടി തീർന്നു. സായി കാണിച്ച മണ്ടത്തരം പവർ ടീമിന് വേണ്ടി നിന്നത് തന്നെയാണ്. ഓഡിയൻസിന്റെ പൾസ് അറിയാവുന്ന ഒരു പ്ലെയറും ഇങ്ങനെ ഒരു ഗെയിം കളിക്കില്ല. നിലവിലുള്ള പവർ ടീമിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കി പുതിയ ആളുകളെ അവിടെ എത്തിച്ച് അവരെ സ്വാധീനിച്ച് പവർ ടീമിൽ കയറാനേ ബുദ്ധിയുള്ള ആരും നോക്കത്തുള്ളൂ. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്താനെ. പക്ഷെ സായിക്കൊക്കെ ബുദ്ധി കൂടിപ്പോയതിന്റെ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ സിബിനെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. DJ സിബിൻ സായിയെ പോലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നതാണ്, ഒരേ ദിവസം വന്നതാണ്. നാളെ ക്യാപ്റ്റൻസി നോമിനേഷനിൽ സിബിന്റെ പേര് വരും, കൂടെ ജിൻഡോയുടെ പേരും വരും. ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണം കളിക്കാൻ. ആ രീതിയിൽ ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് വരണം. ഇപ്പൊ സിബിൻ ഇപ്പൊ സായിയേക്കാൾ പ്രേക്ഷക പിന്തുണയായി. സായി എവിടെ നിന്നതാണ് അതിനകത്ത് കയറിയപ്പോ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയായിട്ട് കയറിയതാണ് ആറ് പേരിലും. സായിയെ പോലെ 7 ലക്ഷം സബ് കൗണ്ട് ഒന്നും ഇല്ല സിബിന്, പക്ഷെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പ്രേക്ഷക വിരുദ്ധമായ ഗെയിം അല്ല സിബിൻ കളിച്ച് മുന്നോട്ട് പോകുന്നത്. പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞാണ് സിബിൻ കളിക്കുന്നത്. ബിഗ് ബോസിൽ അതാണ് വേണ്ടതും. സായിയുടെ കാര്യത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്ന ഒരു പോയിന്റ് ആണത്, സായി ഒരു പ്രേക്ഷക വിരുദ്ധ ഗെയിം കളിക്കും എന്ന്. ഗബ്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് സായി നല്ല ഒന്നാന്തരമായിട്ട് സൈഡ് ആവാനുള്ള സാധ്യതയാണ് ആസ് ഓഫ് നൗ ഞാൻ കാണുന്നത്. മൈൻഡ് ഗെയിമർ ആണ്, മാങ്ങാണ്ടിയാണ് എന്നൊന്നും പറഞ്ഞ് ആരും ഈ പരിസരത്തോട്ട് വന്നേക്കരുത്. ലൈവില് കണ്ടത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. മൈൻഡ് ഗെയിം അല്ല, മണ്ടൻ ഗെയിം എന്ന് പറയുന്നതാണ് കറക്റ്റ്.